എല്ലാവർക്കും കവർ ക്ലാസ്സിൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ RRC ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് മാത്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നുണ്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ മൂന്നാമത്തെ വീഡിയോസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്കി രണ്ട് വീഡിയോസ് കാണാതെ അത് കാണുക. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ സെക്ഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ട്രിഗണോമെട്രി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ട്രിഗണോമെട്രി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രം, വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട, ഉള്ളിലേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ട്രിഗണോമെട്രി സെക്ഷനിൽ നിന്ന് ഓൾമോസ്റ്റ് ട്രിഗണോമെട്രി സെക്ഷനിൽ നിന്ന് 0 to 2 ക്വസ്റ്റ്യൻ വരെ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ചിലപ്പോൾ ഒരു പേപ്പറിൽ 2 ക്വസ്റ്റ്യൻ വരെ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ഒരു പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ, ചിലപ്പോൾ ഒരു പേപ്പറിൽ ക്വസ്റ്റ്യൻ പോലും കാണാതിരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് വിചാരിച്ച് നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളോട് ചോദിക്കുന്ന ഷിഫ്റ്റിൽ ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ ട്രിഗണോമെട്രി ചോദിക്കുകയാണെങ്കിൽ നമുക്കത് സ്വാഭാവികമായിട്ടും എഴുതേണ്ടി വരും. കാരണം ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു മാർക്കിലൊക്കെ പലർക്കും ജോലി മിസ്സാവുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബേസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അധികം കൂടുതൽ ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് മാത്രം അറിഞ്ഞിരിക്കുക, ഐഡൻറ്റിറ്റീസ് അറിഞ്ഞിരിക്കുക, കുറച്ച് അതാണ് മെയിനായിട്ട് ട്രിഗണോമെട്രിയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 10 sec square x minus 9 tan square x equal to 13 and 0 less than x less than 90 degree, then x. അതായത് അപ്പോൾ ഒരു ഇക്വേഷൻ വന്നിട്ട് 10 sec square x minus 9 tan square x equal to 13. എന്നിട്ടൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, എക്സ് എത്ര, അതായത് 90 ഡിഗ്രിക്കും 0 ഡിഗ്രിക്കും ഇടയിലാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അവർ. ഓക്കെ, ആ കണ്ടീഷൻ ഫോളോ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യാവുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈസി ആയിട്ടുള്ള ആംഗിളെ തന്നിട്ടുണ്ട്. 30, 45, 60, 90 ഇങ്ങനെ ഈസി ആയിട്ടുള്ള ആംഗിളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ നമുക്ക് സൈന്, കോസ്, ടാൻ വാല്യൂസ് നമുക്ക് കാണാപ്പാടെ എന്തായാലും പഠിച്ചിരിക്കണം, എന്നാലാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് വാല്യൂസ് പുട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റണം, പുട്ട് ചെയ്ത് കൊടുത്ത് നോക്കാൻ പറ്റും. അതായത് ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം 30 എടുത്ത് നോക്കുക. ജസ്റ്റ് 30 എടുത്ത് നോക്കുന്നു. അപ്പോൾ 10 sec square x. അപ്പോൾ cos 30 എന്താണ്? cos 30 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. അപ്പോൾ sec square x ആകുമ്പോൾ 4/√3 ആണ്, 4/3. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലായി 3ലും 10ലും കട്ടാവില്ല. അപ്പോൾ എന്തായാലും 30 ഡിഗ്രി അല്ല എന്ന് മനസ്സിലായി, 30 ഡിഗ്രി അല്ല എന്ന് മനസ്സിലായി. ദെൻ 45 എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്നാൽ നമ്മൾ 60 എടുത്ത് നോക്കുന്നു. 60 എടുത്ത് നോക്കുമ്പോൾ എന്താണ്? 10 ഇൻറ്റു sec square x എന്ന് പറഞ്ഞാൽ cos square x എന്ന് പറഞ്ഞാൽ 1/2 ആണ്, cos square x എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഓക്കെ, cos square 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ദെൻ അത് സീക്ക് 6 ആകുമ്പോൾ എത്രയായി? സീക്ക് ആകുമ്പോൾ 2 ആയി. ദെൻ സീക്ക് സ്ക്വയർ എക്സ് ആകുമ്പോൾ 4 ആയി. അപ്പോൾ 10 ഇൻറ്റു 4. ഓക്കെ, അത് ഫൈനാണ്. ദെൻ 9 ടാൻ സ്ക്വയർ എക്സ്, 9 ഇൻറ്റു ടാൻ 60 എത്രയാണ്? ടാൻ 60 എന്ന് പറഞ്ഞാൽ ടാൻ 60 എന്ന് പറഞ്ഞാൽ 1/√3. ഓക്കെ, ടാൻ 60 എന്ന് പറഞ്ഞാൽ 1/√3, 1/√3 അല്ല, സോറി, √3 ആണ്. ഓക്കെ, 1/√3 എന്ന് പറഞ്ഞാൽ ടാൻ 30 ആണ്. ടാൻ 60 എന്ന് പറയുന്നത് √3 ആണ്. ദെൻ ടാൻ സ്ക്വയർ 60 ആകുമ്പോൾ ഇൻറ്റു 3 ആയി. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എത്ര ഉണ്ട്? 10 ഇൻറ്റു 4 40 മൈനസ് 9 ഇൻറ്റു 3 27, 40 മൈനസ് 27 എന്ന് പറഞ്ഞാൽ 13 ആണ്. കണ്ടോ? അപ്പോൾ ഈ ഇക്വേഷൻ അതായത് സാറ്റിസ്ഫൈ ആയി, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആയി. അപ്പോൾ നമുക്ക് ഇതിൽ മനസ്സിലാക്കാം, നമ്മൾ ചോദിച്ച ചോദ്യത്തിലുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്. അതായത് ഓപ്ഷനിൽ നിന്ന് നമ്മൾ കണ്ടെത്തി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഒരു മെത്തേഡ്. അങ്ങനെയാണ് ഒരു മെത്തേഡ്, അങ്ങനെയാണ് ഒരു മെത്തേഡ്, ഇങ്ങനെയാണ്. അല്ലാതെ വരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഇക്വേഷൻ നമ്മൾ ഡയറക്റ്റ് സോൾവ് ചെയ്ത് പോകണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇക്വേഷൻ എഴുതി 10 sec square x minus 9 tan square x ഈക്വൽ ടു 30. ഓക്കെ, sec square x നമ്മൾ എങ്ങനെ എഴുതാം? sec square x ഒന്നല്ലെങ്കിൽ sec square x മൈനസ് tan square x എന്ന് പറഞ്ഞ ഫോർമുലയിൽ എഴുതാം. അപ്പോൾ അത് കുറച്ചും കൂടി കൺഫ്യൂസിങ് ആക്കേണ്ട വെച്ചാൽ നമ്മൾ ബേസ് ആയിട്ട് ബേസ്
വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്തുമ്പോൾ സീക്ക് സ്ക്വയർ എക്സിനെ നമ്മൾ 10 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് എഴുതാം. 10 ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് മൈനസ് 9 ടാൻ സ്ക്വയർ എക്സിന് നമുക്ക് എന്താ എഴുതാം സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സിന് എഴുതിക്കൂടെ. ഓക്കെ, 13 അവിടെ തന്നെ ഉണ്ട്. 10 ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ 10 മൈനസ് 9 സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 13 എഴുതാം. കോസ് സ്ക്വയർ എക്സിന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 10 മൈനസ് 9 സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 13 കോസ് സ്ക്വയർ എക്സിന് എഴുതാം. 9 സൈൻ സ്ക്വയർ എക്സിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്തായി 9 സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 13 കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 10. ഓക്കെ, ഈ 13 കോസ് സ്ക്വയർ എക്സിന് നമുക്ക് എന്തായിട്ട് എഴുതാം 9 സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 4 കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതിയിട്ട് കൂടെ 9 സൈൻ സ്ക്വയർ എക്സ് അവിടെ ഉണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെയൊക്കെ എഴുതിക്കുന്നു 9 കോസ് സ്ക്വയർ എക്സ് പ്ലസ് 4 കോസ് സ്ക്വയർ എക്സ് എന്നാക്കി എഴുതി. ഓക്കെ, ഇതൊക്കെ ഇത്രയും വലിയ സ്റ്റെപ്പാന്ന് വിചാരിക്കും. നമ്മളിത് ഇങ്ങനെ ഒറ്റയടിക്ക് ചെയ്തു പോകേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. 10 ദെൻ ഈ 9 സൈൻ സ്ക്വയർ എക്സ് 9 കോസ് സ്ക്വയർ എക്സ് എന്താണ് 9 സൈൻ സ്ക്വയർ എക്സ് 9 കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. 1 അല്ല 9 ആണ്. അതായത് 9 ഇൻറ്റു ഇത് രണ്ട് ടൈം 9 കോഎഫിഷ്യന്റ് സെയിം അല്ലേ 9 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ആണ് ബാക്കിയുള്ളത്. 9 സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ദെൻ ബാക്കി 4 കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 10. ഈ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്താണ് അത് 1 ആണ്. ആ ഐഡന്റിറ്റി നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. ഏറ്റവും ബേസ് ആയിട്ടുള്ള ഐഡന്റിറ്റിയാണ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഈ ഐഡന്റിറ്റി ഇത് 1 ആണ്. അപ്പോൾ അത് ബാക്കി 9 ആയി. 9 പ്ലസ് 4 കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 10. ഓക്കെ, ദെൻ 4 കോസ് സ്ക്വയർ എക്സിന് അവിടെ നിർത്തി. നമ്മൾ 4 കോസ് സ്ക്വയർ എക്സിന് അവിടെ നിർത്തി. ബാക്കി എന്താണ് 9 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 10 മൈനസ് 9 1 ആയി. ദെൻ കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1/4. ദെൻ കോസ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/2. അപ്പോൾ ഇവിടെ പ്ലസ് ഓർ മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് മൈനസ് എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് വെച്ചാൽ ഈ ആംഗിൾ നമുക്ക് 0ക്കും 90 ഡിഗ്രിക്കും ഇടയിലാണ് പറഞ്ഞത്. അപ്പോൾ കോസ് പോസിറ്റീവ് ആണ് മാത്രം. അപ്പോൾ നമുക്ക് കോസ് നെഗറ്റീവ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കോസ് എക്സ് 1/2 ഏതാണ് അപ്പോൾ എക്സ് 60 ആകുമ്പോഴാണ് കോസ് എക്സ് 1/2 ആവുന്നത്. അപ്പോൾ എക്സിൻ്റെ ഉത്തരം നമ്മുടെ ഉത്തരം എന്തായി 60 ഡിഗ്രി. നമുക്ക് ഇത്രയും ചെയ്യുന്നതിന് പകരം നമുക്ക് ജസ്റ്റ് വാല്യൂസ് പുട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്ന ആദ്യത്തെ വാല്യൂ ആണ് അതിൻ്റെ ഉത്തരമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇത് ഇങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വലിയ സ്റ്റെപ്പൊന്നും പേടിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒറ്റയടിക്ക് നമ്മൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഒരു ഫ്ലോയിൽ ചെയ്ത് പോയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ട്രിഗ്നോമെട്രിയിൽ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇഫ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ആൻഡ് വൈ ഈക്വൽ ടു ബി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ദെൻ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു വാട്ട് എന്താണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞില്ലേ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ. നമ്മൾ ഈ ടേമിന് മൊത്തത്തിൽ സ്ക്വയർ ചെയ്ത് എന്തായിരിക്കും എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്നായില്ലേ. അതേപോലെ ഈ ടൈമിനെ സ്ക്വയർ ചെയ്താൽ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ആയി. സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ആയി. ദെൻ ഈ എ സ്ക്വയറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ആയി. അപ്പോൾ ബാക്കി എന്താ പറയുന്നത് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയറും വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്തായി സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ് നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ ആണ്. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് ഈ എ സ്ക്വയറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ആവും. ദെൻ അപ്പോൾ ബാക്കിയുള്ള ടേം എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ ആണ്. അതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. പിന്നെ പ്ലസ് ഉണ്ട്. ദെൻ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറും എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. ഫോം അല്ല നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ
പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, ദെൻ അടുത്ത ടൈം എന്തായി? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ ഇതിൽ നോക്കിയൊക്കെ ഈ ടേമും ക്യാൻസൽ ആയി, സെയിം ആണ്, പ്ലസും മൈനസാണ് ക്യാൻസൽ ആയി. ബാക്കി എന്താണ്? 2 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 കോസ് സ്ക്വയർ തീറ്റ ഇല്ലേ ബാക്കിയുള്ളത്. ഓക്കെ, ദെൻ ഈ രണ്ട് പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, ദെൻ അപ്പോൾ ഈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്, ബേസിക് ഐഡൻറ്റിറ്റി ആണ്. ബാക്കി എന്താ ഉള്ളത്? 2 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ്? 2 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് ഡയറക്റ്റ് ആ ഫോർമുലല്ല, ആ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ ഇത് ചോദിച്ചൊരു സിമ്പിൾ ചോദ്യമാണ്. ദ സ്ക്വയർ റൂട്ട് ഓഫ് 7569 ഈസ്. അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തെഴുതുന്നു 7569. ഓക്കെ, എന്തായാലും 9 വന്നുകൊണ്ട് 7 അല്ലെങ്കിൽ 3 യൂണിറ്റ് ഡിജിറ്റിലായാലും ഒരു ടേം ആയിരിക്കണം. പക്ഷെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇത് മുഴുവനായിട്ട് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ 75 69 2 ടേം വെച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ബാക്കിൽ നിന്ന് 2 ടേം വെച്ചിട്ട് സ്ക്വയർ കണ്ടുപിടിക്കാൻ അങ്ങനെയാണ്. ക്യൂബ് ആണെങ്കിൽ 3 ടേം വെച്ചിട്ട്. ദെൻ 75 താഴെ 8 വരുന്ന വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 8. അപ്പോൾ 8 × 8 64. ബാക്കി എത്ര വരുന്നുണ്ട്? 5 4, ബാക്കി 1, 7 61. ദെൻ ബാക്കിയുള്ള റിമൈനിങ് ടേംസ് നമ്മൾ എടുത്തേരി. ദെൻ 8ൻ്റെ ഡബിൾ ആക്കി നമ്മൾ എഴുതുന്നു. 8ൻ്റെ ഡബിൾ എത്രയാണ്? 16. ഓക്കെ, 16. ഇനി ഒരു ടേം ഇവിടെ ആഡ് ചെയ്യണം. ആ ടേം ഇൻറ്റു സെയിം ടേം വന്നാലാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ 160. എന്തായാലും 9 ആണ് ലാസ്റ്റ് ടൈം. അപ്പോൾ നമുക്ക് ആദ്യം 163 നോക്കി നോക്കാം. അപ്പോൾ എങ്ങനെ വന്നാലും അത് 300 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. ദെൻ വരുന്നത് നമുക്ക് 7 ആണ്. അപ്പോൾ 167 എടുത്ത് നോക്കാം. 7 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. 7 7 49, ബാക്കി 4, 6 7 42, 4 46, ബാക്കി 4, 1 7 4 11. കണ്ട, കറക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാം. അപ്പോൾ 7 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ 87 സ്ക്വയർ ആണ്. ഓക്കെ, കണ്ട, 1969. അപ്പോൾ 87 സ്ക്വയർ ആണ് നമുക്ക് തന്നിട്ടുള്ള 7569. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? 87 സ്ക്വയർ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എന്താണ്? ഒരു DA ആണ്. പക്ഷേ ഈ DA കാണുമ്പോൾ നിങ്ങൾ പേടിക്കരുത്. ഇങ്ങനത്തെ ഒരു ഗ്രാഫ് കാണുമ്പോൾ എന്തായാലും പേടിക്കരുത്. കാരണം ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് ഇവർ തന്നിട്ടുള്ളത്. നിങ്ങൾക്കത് കാണുമ്പോൾ ഒരു DA ആണ്, അയ്യോ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് വിട്ടരുത്. വളരെ സിമ്പിളായിരിക്കും DA ചോദിക്കുക. എന്താണ് പറഞ്ഞത്? ദ ഗ്രാഫ് ബിലോ ഷോസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ പബ്ലിക് സെക്ടർ കമ്പനി ABC അണ്ടർ ഡിഫറെൻറ്റ് ഹെഡ്സ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2015 and 16. അതായത് ഒരു ഗ്രാഫ് അവർ കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു ABC എന്ന കമ്പനിയുടെ ഗ്രാഫാണ്, അവരുടെ എക്സ്പെൻഡിച്ചറാണ്. എന്നിട്ട് അവർ ചോദ്യം ഇവിടെയാണ് കിടക്കുന്നത്. ചോദ്യം ഇവിടെയാണ് കിടക്കുന്നത്. കണ്ട, ഒരു മിനിറ്റ്, അത് ഇവിടെ ചെറുതായിട്ടാണ് കിടക്കുന്നത്. ഹൗ മച്ച് ഡിഡ് കമ്പനി ABC സ്പെൻഡ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ 2015 and 16? അതായത് ഈ കമ്പനി ABC ചെലവ് നടത്തേണ്ടത് ഈ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് 2015-16 വർഷത്തിൽ എത്ര ചെലവ് നടത്തിയിട്ടുണ്ടെന്നാണ് ചോദിച്ചത്. അതായത് 2015-16 വർഷത്തിൽ അവർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി എത്ര നടത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കി, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഗ്രാഫ് ഏതാണ്? കണ്ട, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഗ്രാഫ് ഇതാണ്. ഓക്കെ, ബാർ ഡയഗ്രാമാണ്. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഗ്രാഫ് ഇതാണ് വരുന്നത്. അപ്പോൾ അതിൽ വരുന്നത് എത്ര? അവർ 20 lakh crores ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 20 lakh crores ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 20 lakh crores ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെയിം എമൗണ്ട് ആണല്ലോ അവർ കണ്ട, ഈ ഇതുവരെ അല്ല 20. കണ്ട, ഈ എമൗണ്ട് എത്രയാണ് കാണിക്കുന്നത്? 20 lakh അല്ലേ? 20 lakh crore അല്ലേ? അപ്പോൾ ഇതാണ് അവർ ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുകയാണ് ഈ വാല്യൂ 20 lakh crore. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് അഡീഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വിചാരിച്ചിട്ട് നമ്മൾ ഈ DA പ്രോബ്ലം വിട്ടാലുള്ള പ്രശ്നമാണ്. അവർ ഡയറക്റ്റായിട്ട് പ്രോബ്ലം അത് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. ഈ ഇൻഫ്രാസ്ട്രക്ചറിൽ എത്ര അവർ ചിലവിട്ടു, അത് ഡയറക്റ്റായിട്ട് ഗ്രാഫിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്താൽ മാത്രം മതി ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സിംപ്ലിഫിക്കേഷൻ പ്രോബ്ലം ആണ്. വാട്ട് ഈസ് ആൻസർ ഓഫ് 1/6 + 1/12 + 1/20 + 1/30 + 1/42 + 1/56? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത്രയും, അതായത് നമുക്ക് എടുത്തെഴുതാം 1/6 + 1/12 + 1/20
പ്ലസ് 1/30 പ്ലസ് 1/42 പ്ലസ് 1/56. ഒന്നിൽ നിങ്ങൾക്ക് ഇത് ഇൻഡിവിജ്വലായിട്ട് എല്ലാം അങ്ങനെ സോൾവ് ചെയ്ത് കൊണ്ടേയിരിക്കാം, ഇങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടേയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നോക്കി നോക്കിയേ, ഈ 6, 12, 20, 30 ഇതിന് നമുക്ക് അറിയാവുന്നൊരു കോമൺ ആയിട്ട് ഒരു LCM അടുത്ത് തന്നെ ഉണ്ട്, നമുക്ക് 60 എന്ന് അറിയാം. ഓക്കെ, പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവണം. ഈ 6ലും 12ലും 20ലും 30ലൊക്കെ പോകുന്ന ഒരു 60 എന്ന് പറഞ്ഞ ഒരു കോമൺ ആയിട്ട് LCM ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം 60 ആക്കി നോക്കുമ്പോൾ ആദ്യത്തെ ടൈം എന്തായി, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10/60. ദെൻ അടുത്ത ടൈം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5/60. ദെൻ അടുത്ത ടൈം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/60. ദെൻ അടുത്ത ടൈം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/60. ബാക്കിയുള്ള 1/42 അവിടെ നിൽക്കട്ടെ, 1/42, 1/56 അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ടൈം ആഡ് ചെയ്ത് നോക്കുമ്പോൾ 10, 15, 18 to 20, 20/60. 20/60 20/60 എന്ന് പറഞ്ഞാൽ 1/3 അല്ലേ, 1/3 അവിടെ ഉണ്ട്. ദെൻ 1/3, 1/42, 1/56. ഓക്കെ, 1/42, 1/56. ഇതെന്ന് പറഞ്ഞാൽ 6 × 7 ആണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ 7 × 8 ആണ്. അപ്പോൾ ഇത് എന്തായാലും കോമൺ ആയിട്ട് 7 ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ 1/3 നമുക്ക് എങ്ങനെയൊക്കെ ഇതാ, 1/3 ഒപ്പം നമ്മൾ എന്തായാലും ഈ ബാക്കി 3 കളഞ്ഞിട്ട് ബാക്കിയുള്ള ടേംസ് ഏതൊക്കെയാണ്, 2 × 7 × 8 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും, 1/3, 3 × ഇവിടെ ഓൾറെഡി 6 × 7 ഉണ്ട്, 42, 42 × 8 ഇരുട്ട് 16, ബാക്കി 4, 32, 336. ഓക്കെ, അപ്പം 336 നമ്മുടെ LCM ആയിട്ട് വരുന്നത്, 336. ഓക്കെ, ദെൻ 336 നമ്മുടെ LCM വന്നിട്ടുള്ളത്. ദെൻ അപ്പോൾ ആദ്യത്തെ ടൈമിൻ്റെ ഒപ്പം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട 3 ഓൾറെഡി പോയിട്ടുണ്ട്. ദെൻ 2 × 7 × 8 ചെയ്താൽ മതി. അടുത്ത ടൈമിൻ്റെ ഒപ്പം 6 × 7 അവിടെ ഉണ്ട്, ബാക്കി എത്ര ഉള്ളത്, 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8/6 × 7 × 8. ദെൻ ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ 6/8 × 7 × 6. കണ്ട, നമ്മൾ പിന്നെ എന്താ ചെയ്യണത്, അപ്പോൾ പിന്നെ ഇത് അഡീഷൻ, പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല, അഡീഷൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ദെൻ 7, 14 × 8, 4, 32, ബാക്കി 8, 3, 11, 8, 14. ഓക്കെ, 4, 6, 126 ഡിവൈഡഡ് ബൈ 336 ആണ്. 126 ഡിവൈഡ് ബൈ 336 ആണ്. 126 ഡിവൈഡഡ് ബൈ 336 ആണ്. ഓക്കെ, എട്ടാറ് 14. ഓക്കെ, 126 ഡിവൈഡഡ് ബൈ 336 ആണ്. അപ്പോൾ നമുക്ക് എന്തായി, 126 ഡിവൈഡഡ് ബൈ 336 കിട്ടി. പിന്നെ നമ്മൾ അതിനെ ചെറുതാക്കി വരിക. നമുക്ക് എന്തായാലും 6ൽ പോകുന്ന അറിയാം. അപ്പോൾ 6ൽ 21 ഡിവൈഡ് ബൈ 5, 30, 6, 36. ദെൻ 7, 3, 8 കണ്ട, 3/8. നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് കണ്ട, നിങ്ങൾ ഓരോന്നും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പോകാൻ നിന്നാൽ, അല്ലെങ്കിൽ ഇതിന് കോമൺ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ 60, 42, 56 കൂടി കോമൺ ആയിട്ട് നിങ്ങളൊരു LCM കൂടി കണ്ടെത്തിയാൽ നമുക്കത് ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആവും പ്രോബ്ലം. പിന്നെ ഈ സിംപ്ലിഫിക്കേഷൻ ഇങ്ങനത്തെ വലിയ പ്രോബ്ലംസ് ഒക്കെ വന്നാൽ നിങ്ങൾ ലാസ്റ്റിലേക്ക് ചെയ്യാൻ ശ്രമിക്കുക, ആദ്യം തന്നെ ചെയ്യാതെ ഈ ലാസ്റ്റിലേക്ക് ചെയ്യാൻ ശ്രമിക്കുക, നമുക്ക് ഒന്ന് സമാധാനപരമായിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ദ റേഷ്യോ ഓഫ് ദ ആവറേജ് ഏജസ് ഓഫ് 3 people and the other 2 in a group of 5 people is 9:7. If the difference of their averages is 12, then find out averages of all 5 people. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞിട്ടുള്ളത്, 3 പീപ്പിളിൻ്റെയും അതർ 2 പീപ്പിളിൻ്റെയും ആവറേജ് എങ്ങനെയാണ് റേഷ്യോ, അതായത് 3 പീപ്പിളിൻ്റെയും 2 പീപ്പിളിൻ്റെയും ആവറേജ് റേഷ്യോ അവർ 9:7 ആണെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഡിഫറൻസ് ഓഫ് ആവറേജ് എന്ന് പറഞ്ഞാൽ ദയർ ആവറേജ്, ഈ പറഞ്ഞവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവർ 12 ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഈ ഡിഫറൻസ്. അപ്പോൾ നമുക്കറിയാം 2 റേഷ്യോ 9ൽ നിന്ന് 7 എന്ന് പറഞ്ഞാൽ 2 റേഷ്യോ നമുക്ക് 12 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 റേഷ്യോ എന്ന് പറഞ്ഞാൽ 6 ആയി. അപ്പോൾ ഓരോരുത്തരുടെ 3 പേഴ്സൻ്റെ റേഷ്യോ എത്രയാണ്,
3% ആവറേജ് എത്ര കിട്ടി? ആവറേജ് എത്ര കിട്ടി? 9 × 6 9 6 54. അതേപോലെ തന്നെ 2% ആവറേജ് എത്ര കിട്ടി? ആവറേജ് എത്ര കിട്ടി? 7 × 6 42. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ഔട്ട് ദ ആവറേജ് ഏജ് ഓഫ് ഓൾ 5 പീപ്പിൾ ആണ്. അപ്പോൾ ഓൾ 5 പീപ്പിൾ കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ 3 പേരെ ആവറേജ് 54, ടോട്ടൽ എത്രയായി? 54 × 3. ഓക്കെ. ദെൻ 2 പേരെ ആവറേജ് 42 ആണ് എങ്കിൽ അവരുടെ ടോട്ടൽ ഏജ് എത്രയാണ്? 42 × 2. ദെൻ അവരുടെ ടോട്ടൽ ആവറേജ് കണ്ടുപിടിക്കുന്നത് ഡിവൈഡഡ് ബൈ 5. ദെൻ നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. 4 3 12 വയ്ക്കുന്നു, 53 15 162. ദെൻ റൈറ്റ് സൈഡിൽ 42 84 ഡിവൈഡ് ബൈ 5. ഓക്കെ. ദെൻ ഉത്തരത്തിന് 4 2 6 8 6 14 246 ബൈ 5 5 4 5 20 4 5 20 9 5 45 49.2. ഓക്കെ. 49.2 ആണ് ആൻസർ വരുന്നത്. 49.2 ആണ് ആൻസർ വരുന്നത്. 49.2 ആണ് ആൻസർ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് വളരെ ആവറേജ് എന്താണെന്ന്, ആവറേജ് എന്നുള്ള കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് എഴുതാൻ പറ്റില്ല. 3 പേരെ ആവറേജ് എന്താണ്, 3 പേരെ ടോട്ടൽ എന്താണ് വ്യത്യാസം, ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ് ആവറേജ് എന്നുള്ള ആ ഒരു ബേസിക് കൺസെപ്റ്റ് അറിഞ്ഞാലാണ് നിങ്ങൾക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുക. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അപ്പോൾ ഇത് ഒരു ബോട്ട് ആൻഡ് സ്ട്രീം എന്നുള്ള ബേസിൽ ഇത് ക്വസ്റ്റ്യൻ ആണ്. മറ്റേ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ വരുന്ന ഒരു അണ്ടറിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറഞ്ഞത്. അപ്പോൾ അവരെന്താ പറയുന്നത്? ദ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ 12 km/h. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് എത്രയാണ്? അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് നമ്മൾ VB എടുക്കുകയാണെങ്കിൽ അത് 12 km/h ആണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ദെൻ ഇഫ് ദ ബോട്ട് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 38 km അപ്സ്ട്രീം ഇൻ 4 hours, ദെൻ ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം ഇൻ. അപ്പോൾ അപ്സ്ട്രീം സ്പീഡ് എന്താണ്? അപ്സ്ട്രീം സ്പീഡ് എന്താണ്? എങ്ങനെ വരിക? സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? അതായത് ബോട്ടിൻ്റെ സ്പീഡ് VB മൈനസ് സ്ട്രീമിൻ്റെ സ്പീഡാണ് നമ്മൾ VS എന്ന് പറഞ്ഞാൽ സ്ട്രീമിൻ്റെ സ്പീഡാണ്. അതായത് ഒരു സ്ട്രീം എങ്ങോട്ടാണ് ഒഴുകുന്നത്? ഇങ്ങോട്ട് ഒഴുകുന്നത് വിചാരിക്കുക. സ്ട്രീം ഇങ്ങോട്ട് ഒഴുകുന്നത്. അപ്പോൾ ബോട്ട് അപ്സ്ട്രീം, അതായത് നമ്മുടെ ബോട്ട് പോകുന്നത് മുകളിലേക്ക് ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കാം. അപ്പോൾ ടോട്ടൽ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ ബോട്ടിൻ്റെ സ്പീഡ് എന്തായാലും കൂടുതലായിരിക്കും സ്ട്രീമിൻ്റെ സ്പീഡിനെക്കാട്ടും. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് മൈനസ് സ്ട്രീമിൻ്റെ സ്പീഡായിരിക്കും അപ്സ്ട്രീം സ്പീഡ്. ഈ അപ്സ്ട്രീം സ്പീഡ് എന്താണെന്ന് പറഞ്ഞിട്ട് 38 km ഇൻ 4 hours. അപ്പോൾ 38/4 ആണ്. അതായത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് സ്പീഡ്. 38/4 ആണ് സ്പീഡ്. അതെന്ന് പറഞ്ഞാൽ VB നമുക്കറിയാം. VB എത്രയാണ്? നമുക്ക് എത്ര അറിയാം? 12. ദെൻ VS അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സ്പീഡ് ഓഫ് ദ സ്ട്രീമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ VS എങ്ങനെ കണ്ടുപിടിക്കും? VS എന്ന് പറഞ്ഞാൽ 12 മൈനസ് 38/4 48 12 48 48 മൈനസ് 38 10/4 10/4 എന്ന് പറഞ്ഞാൽ എത്ര? 2.5 km/h. 2.5 km/h ആണ്. 2.5 km/h ആണ്. 2.5 km/h ആണ്. ഓക്കെ. ഇത് വളരെ ഈസിയാണ്. നമുക്ക് എന്താണ് ആ കൺസെപ്റ്റ്? അപ്സ്ട്രീം സ്പീഡ് എന്താണ്? അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്സ്ട്രീം എന്താണ്, ഡൗൺ സ്ട്രീം സ്പീഡ് എന്താണെന്നുള്ള കാര്യം അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ സെക്ഷനിൽ സോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ PDF നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം നൽകുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. താങ്ക് യു.